പ്രിയപ്പെട്ടവരെ, പ്രഭാതവന്ദനം. പൗരുഷൻ്റെ അതിരാവിലെ തിരുസന്നിധി എന്ന ശുശ്രൂഷയിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതിനോട് ചേർന്ന് വരുന്ന വചനപ്രഭാതം എന്ന ഈ 5 മിനിറ്റ് പ്രോഗ്രാമിലും നിങ്ങളുടെ താല്പര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. 16-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ നിന്ന് പല സന്ദേശങ്ങൾ ഞാൻ നിങ്ങളോട് ദൈവകൃപയിൽ ആശ്രയിച്ച് പങ്കുവച്ചു. ഇന്ന് സന്തോഷ പരിപൂർണത എന്ന വിഷയത്തിലേക്കാണ് പോകുന്നത്. ദൈവമേ, ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. അങ്ങയുടെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അങ്ങയുടെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. യു വിൽ ഫിൽ മീ വിത്ത് ജോയ് വെൻ ഐ ആം വിത്ത് യു. യു വിൽ ഫിൽ മീ വിത്ത് ജോയ് when I am with you. When I am with you, you will fill me with joy. അതിനകത്തെ ആ ഇംഗ്ലീഷ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അതിൽ നിന്നുകൊണ്ട് പറയട്ടെ. ദൈവമേ, അങ്ങ് എന്നെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നു, ഞാൻ നിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ. When I am with you, you will fill me with full of joy. ഇന്ന് ഒരുവിധപ്പെട്ടവർക്കെല്ലാം ഒരു ചെറിയ ഇംഗ്ലീഷ് വാക്ക് പറയാൻ ബുദ്ധിമുട്ടില്ല. അങ്ങനത്തെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം, when I am with you, you will fill me with joy, full of joy, full of joy. സമ്പൂർണമായ സന്തോഷം കൊണ്ട് നിറയപ്പെടുവാൻ എനിക്കാഗ്രഹമുണ്ട്. എപ്പോഴും ഒന്നും സാധിക്കുന്നില്ല. എന്താ എപ്പോഴും സാധിക്കാത്തതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. ഈ വചനം നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി. വെൻ ഐ ആം വിത്ത് യു, പ്രൈസ് ദി ലോർഡ്. വെൻ ഐ ആം വിത്ത് യു, വെൻ ഐ ആം വിതൗട്ട് യു, ഐ ഹാവ് നോട്ട് ഫുൾ ഓഫ് ജോയ്. മനസ്സിലായി എനിക്കറിയാം. നിങ്ങൾക്ക് മനസ്സിലാകാത്ത കഠിനമായ ഒന്നും ഇവിടെ പറഞ്ഞില്ല. നാം എപ്പോൾ കർത്താവിനോട് കൂടെ നടക്കുമോ, അപ്പോൾ അവിടുന്ന് സന്തോഷം കൊണ്ട് നമ്മളെ നിറയ്ക്കും. ഞങ്ങളുടെ ഈ പവർ വിഷൻ്റെ ഏറ്റവും ബഹുമാന്യരായ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫുൾ ഓഫ് ജോയിലായിരിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഫുൾ ഓഫ് ജോയിൽ ആണോ എന്ന് ചോദിച്ചാൽ എപ്പോഴും അല്ല. അതിൻ്റെ കാരണം ലോകത്തിലെ ജീവിതം അങ്ങനെയാണ്. ഉദാഹരണത്തിന്, ഒരാഴ്ച മുമ്പ് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. അവർ കൊണ്ടുതന്ന ഫിഷ് കറി സ്പൂണ് കൊണ്ട് മുറിക്കാൻ നോക്കിയിട്ട് മുറിയുന്നില്ല. കൈ തൊടാതെ അങ്ങ് കഴുകാതെ പോരാമെന്ന് ഓർത്തിട്ടപ്പോൾ പിന്നെ സ്പൂൺ കൊണ്ട് ഇനിയും ബലം പ്രയോഗിച്ചാൽ ഈ സാധനം തെന്നി അടുത്തിരിക്കുന്നയാളുടെ മേത്ത് പോയി അടിക്കും. ആകെ മെനകേടാകുന്നത് കൊണ്ട് കൈ കൊണ്ട് നോക്കിയപ്പോൾ റബ്ബർ പോലെ ഇരിക്കുന്നു. ഇപ്പം എൻ്റെ കൂടെയുള്ള ദൈവദാസനോട് ഞാൻ പറഞ്ഞു, ആ മീനൊന്ന് നോക്കിക്കേ. അദ്ദേഹത്തിനും അത് തന്നെ. നമുക്കറിയാം ഒരു ഫിഷ് കറിയുടെ വില എത്രയാണ്. ഇത് കുറേ നാൾ മുമ്പാണ്. സ്ഥലം പറയുന്നില്ല, അപ്പം പിന്നെ ആ ഹോട്ടലുകാർക്ക് മോശമാവില്ലേ. ഞാൻ അങ്ങനെ അവിടെ ഇരുന്നു. അതിൻ്റെ മെയിൻ ആളത് വഴി വന്നപ്പോൾ അടുക്ക വിളിച്ചു, ചേട്ടൻ്റെ കൈ കൊണ്ട് ഈ മീനൊന്ന് മുറിച്ച് തരാമോ? അയ്യോ, അതെന്നാ പറ്റിയേ? ഈ ആളുകളുടെ പ്രതികരണം നമുക്കറിയില്ലല്ലോ. ഞാൻ പറയാൻ വരുന്ന വിഷയം എന്താ? സന്തോഷം, ഫുൾ ഓഫ് ജോയ് ആ സമയത്ത് നമുക്ക് നിൽക്കത്തില്ലല്ലോ. നിൽക്കുമോ? നമ്മൾ ആദ്യം ആ പൈസ പോയതിൻ്റെ വിഷമം, ആ ചതിക്കപ്പെട്ടതിൻ്റെ വിഷമം, അവരോടിതെങ്ങനെ പറയുമെന്നുള്ള വിഷമം, പറയാതിരുന്നാൽ അടുത്തയാളും ചതിക്കപ്പെടുകയല്ലേ. പക്ഷേ ഞാനൊരു സുവിശേഷകനാണ്. ഒരു സീനുണ്ടാക്കാൻ എനിക്കിഷ്ടമല്ല. ഞാൻ നിമിത്തം ആ കടയ്ക്ക് നന്മ വരണം. മറ്റാരും കേൾക്കാതെ ഞാൻ പറഞ്ഞു, ചേട്ടനകത്ത് കൊണ്ടുപോയി ഇതൊന്ന് നോക്കിക്കേ. അദ്ദേഹം വേറെ പ്ലേറ്റിൽ വേറെ മീൻ കറി കൊണ്ട് തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു,
ഇത് ഞാൻ എടുത്തു വെക്കും, മീൻ തന്നയാളെ നാളെ കാണിക്കും. 1 കിലോയ്ക്ക് 400 രൂപ വിലയ്ക്ക് മേടിച്ചതാണ്. അപ്പം ഞാൻ ആ കടയ്ക്ക് ദോഷം വരുത്തിയില്ല. പക്ഷെ ഞാൻ പറയാൻ വന്നത് എന്താ, ഈ ഫുൾ ഓഫ് ജോയ് എന്ന് പറയുന്ന സാധനം എത്ര നല്ല മനുഷ്യർക്കാണേലും 24 അവേഴ്സും കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം വെൻ ഐ ആം വിത്ത് യു, നമ്മൾ ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ സന്തോഷത്തിൽ നിൽക്കും. സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ സന്തോഷത്തിൽ നിൽക്കും. നല്ല വാക്കല്ലേ പറയാൻ. സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ സന്തോഷത്തിൽ നിൽക്കും. സാന്നിധ്യത്തിൽ നിന്ന് മാറുമ്പോൾ സന്തോഷം കുറയും. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ എന്നെ നിർത്തണമേ. ഏത് ദുർഘട സാഹചര്യത്തിലും അങ്ങയുടെ സാന്നിധ്യം വിട്ടുപോകാതെ നിൽപ്പാൻ എനിക്ക് കൃപ തരണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.